ഇതിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ബൈജുരാജ്. ഹായ്. ഹായ് ബൈജു. ചേട്ടാ ഹായ് ഹായ് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ എൻ്റെ 21ാമത്തെ ടോക്കൺ വാങ്ങി വരുന്ന വഴിയാണ്. മാനന്തവാടിയിലായിരുന്നു. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അത് കഴിഞ്ഞു ടോക്കണൊക്കെ വാങ്ങി. ലൈല ഉണ്ടായിരുന്നു, വൈഫും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു ടോക്കൺ വാങ്ങാൻ. ഒരു 30 വർഷം തികഞ്ഞ ഒരാൾ, പിന്നെ 21 വർഷം തികഞ്ഞ ഞാൻ, പിന്നെ 18കാരൻ, പിന്നെ ഒരു 10 വയസ്സുകാരൻ. 5 പേരുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നപ്പം കുറച്ച് ചുരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സമയത്തിനിവിടെ എത്താൻ പറ്റി. അങ്ങനെ ഇരിക്കുന്നു. ഫുൾ ഹാപ്പിയാണെന്ന് പറയാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തെ പറ്റിയിട്ട് ഇന്ന് എന്നോട് ചോദിച്ചു, അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർ ചോദിച്ചോ ഇന്നെന്താ വിഷയം എന്ന് ചോദിച്ചു. ഞാൻ പരദൂഷണമാണ് വിഷയം എന്ന് പറഞ്ഞപ്പം ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. എന്നുവെച്ചാൽ അതൊരു വിഷയമാണോ എന്നുള്ള രീതിയിൽ ഒരു കക്ഷി ചോദിച്ചു എന്നോട്. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. കാരണം അതിനൊരു ഗൗരവമില്ലായ്മ ഇല്ലേ എന്നൊരു സംശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നമ്മൾ സുബോധ ജീവിതത്തിലെ അപകട സൂചനകൾ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ശൃംഖല പോകുന്നത്. അപ്പൊ അതിനകത്ത് പരദൂഷണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ കേൾവിയില്ല ഞാൻ പറയുന്നത്. ആദ്യത്തെ കേൾവിയിൽ ഇതിനൊരു ലാഘവത്വം അല്ലെങ്കിൽ ഒരു ഗൗരവമില്ലായ്മ അനുഭവപ്പെടുന്നില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പം അങ്ങനെ തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിലൊരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ സുബോധ ജീവിതത്തിനകത്ത് ചിലപ്പം ഈ ഗൗരവമില്ല എന്ന് കരുതുന്ന ഗൗരവമുള്ള, അത്യാധികം ഗൗരവമുള്ള പ്രശ്നങ്ങൾ നമ്മളെ വന്ന് വേട്ടയാടാറുണ്ട് എന്നുള്ളതാണ്. അതിൽപ്പെട്ടൊരു വിഷയം തന്നെയാണ് ഈ ഗോസിപ്പ് എന്ന് പറയുന്നത്. തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഗോസിപ്പ് എന്നുള്ളതും തലയിൽ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കാൻ ഒരു സമയം കിട്ടുന്ന ഒരു നല്ലൊരു അവസരമാണ്. അപ്പം ഞാൻ ഈ വെറുതെ ആലോചിച്ചപ്പം ഈ വാക്കിനകത്ത് തന്നെ നമ്മൾ മറ്റൊരു വാക്കുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അത് വണ്ടിയിൽ വന്ന സമയത്ത് തോന്നിയൊരു തോന്നലാണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗോസിപ്പ് എന്ന് പറയുമ്പം അവിടെ ഒരു ആഹ്വാനമില്ലേ? ഗോ സിപ്പ്, പോയിട്ട് ഒരു സിപ്പ് അടിക്കടാ എന്നുള്ള ഒരു ആഹ്വാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരു തമാശ. അങ്ങനെ വാക്കിട്ട് നമ്മൾ അമ്മാനെ ആടുമ്പം ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓരോ ദൈക്ഷണികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊന്തി വരും, രസമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗോസിപ്പിനകത്തൊരു ഗോ സിപ്പ് ഉണ്ട്. അതാണ് അതിൻ്റെ അപകടം. അത് തന്നെയാണ് നമ്മുടെ സുബോധ ജീവിതത്തിലെ അപകട സൂചനയായിട്ട് ഗോസിപ്പ് വരുന്നത്. കാരണം അതിൽ നമ്മൾ കൂടുതൽ ഈ ഗോസിപ്പ് ഇല്ലെങ്കിൽ പരദൂഷണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ അതിൽ തലയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൽ വ്യാപൃതരാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സുബോധം, എനിക്കും നിങ്ങൾക്കും എല്ലാം കിട്ടിയിട്ടുള്ള ഈ സുബോധം എന്ന് പറഞ്ഞാൽ വളരെ വളരെ അമൂല്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ലഭിക്കുന്നില്ലല്ലോ, വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ കണക്കുകളൊക്കെ അവതരിപ്പിച്ചിരുന്നു, ഏറ്റവും പുതിയ കണക്കുകൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് എത്രമാത്രം അനുഗ്രഹീതരാണ് നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പൊക്കെ ഞാനത് ഭാഗ്യം ചെയ്തവരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഭാഗ്യശാലികളാണ് നമ്മൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല, ഭാഗ്യത്തെക്കാളും കൂടുതൽ അനുഗ്രഹം തന്നെയാണ്. കാരണം നമ്മളൊരു ആത്മീയമായിട്ടുള്ളൊരു പരിപാടിയിലൂടെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഭാഗ്യത്തെക്കാളും കൂടുതൽ അവിടെ അനുഗ്രഹം തന്നെയാണ് വലുത്. അപ്പം അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെടുത്ത് നമ്മൾ
പഠിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു, അറിയാൻ ശ്രമിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു യാത്ര തന്നെയാണത്. ശരി, നമ്മൾ ഇനി ഈ ഗോസിപ്പ് എന്ന് പറയുന്ന ആ വാക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തും 12x12 എന്ന് നമ്മൾ വിളിക്കുന്ന 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള പുസ്തകത്തിനകത്തും രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 3 തവണ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് AI പറയുന്നത്. ഞാനിതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചാറ്റിലൊക്കെ കയറിയൊക്കെ നോക്കാറുണ്ട്. അത് രസമാണ്. കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ കിട്ടുന്നോ, അതിനി നിർമ്മിത ബുദ്ധിയുടെ ആണെങ്കിലും ജീവിച്ചിരിക്കുന്നവൻ്റെ ആണെങ്കിലും അറിവ് തന്നെയാണ്. അപ്പോൾ അതിൽ 3 തവണ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തപ്പിയെടുത്തു. അതിൽ 12x12 നമ്മൾ 12x12 6-ാം പടിയിൽ അതിൽ പറയുന്നുണ്ട് ഗോസിപ്പിനെ പറ്റിയിട്ട്. അവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വായിക്കാവേ. കോപത്തിൻ്റെ മുള്ളുകളാൽ പൊതിഞ്ഞ പരദൂഷണം സ്വഭാവഹത്യയിലൂടെ നടത്തുന്ന മാന്യമായ കൊലപാതകം, ഇങ്ങനെയാണ് പറയുന്നത്. ഇത് നമുക്ക് സംതൃപ്തി തരുന്നു എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് കോപത്തിൻ്റെ മുള്ളുകളാൽ പൊതിഞ്ഞ പരദൂഷണം അവിടെ തന്നെ ഉണ്ടെല്ലാം. അതിൽ ചുമ്മാ അങ്ങ് പോവുകയല്ല പരദൂഷണം. അതിനകത്ത് ഒരു ഈ മുള്ളുകൾ അടങ്ങിയിട്ടുണ്ട്. എന്തിൻ്റെ മുള്ളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെ, രോഷത്തിൻ്റെ ഒക്കെ മുള്ളുകൾ അതിൽ പതിച്ചിട്ടുണ്ട് ഈ പരദൂഷണം എന്നുള്ള പ്രക്രിയയിൽ. അത് സ്വഭാവഹത്യയിലൂടെ മറ്റൊരാളുടെ സ്വഭാവത്തെ അത് ഹത്യ ചെയ്യുക എന്ന് വെച്ചാൽ ഉന്മൂലനം ചെയ്യുക, അതിലൂടെ നടത്തുന്ന മാന്യമായ കൊലപാതകം. ഇത് ബ്യൂട്ടിഫുള്ളാണ്. പോയറ്റിക് അല്ലേ എന്ന് നോക്കൂ. അത് ഒരു കാവ്യാത്മകമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. മാന്യമായ കൊലപാതകം, അതാണ് പരദൂഷണത്തെ പറ്റിയിട്ട് നമ്മുടെ 12x12 ഈ 12 പടികളിൽ 6-ാം പടിയിൽ അതിനെ പറ്റിയിട്ട് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെയുള്ളത് അത്ര എനിക്ക് അങ്ങനെ വലിയതായിട്ട് തോന്നിയിട്ടില്ല. ബിഗ് ബുക്കിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മളെപ്പോഴും വായിക്കുന്നൊരു ഭാഗമുണ്ട് 64-ാം പേജിൽ. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, അവിടെ നമ്മൾ ഈ 4-ാം പടിയെ പറ്റിയിട്ടൊക്കെ വിശദമായി പറയുന്ന ഭാഗത്ത് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, 4-ാം പടി എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദീകരണത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഷീ ഈസ് എ ഗോസിപ്പ് എന്നവർ. അവളൊരു പരദൂഷണക്കാരിയാണ്. നമ്മളെ ബിഗ് ബുക്കിൽ മലയാളത്തിലേക്ക് ആക്കിയപ്പം പരദൂഷണക്കാരിയാണെന്നല്ല അവിടെ പറയുന്നത്, അവളൊരു കുറ്റം പറച്ചിലുകാരിയാണെന്ന്. എന്തായാലും രണ്ടും ഒന്ന് തന്നെ. ഷീസ് എ ഗോസിപ്പ് എന്നാണ് ഇംഗ്ലീഷിൻ്റെ വേർഷനിലുള്ളത്. പിന്നെ ബിഗ് ബുക്കിലെ പിന്നീടുള്ള കുടുംബം എന്ന് പറഞ്ഞ ആ അധ്യായത്തിലും ഗോസിപ്പ് എന്നുള്ളൊരു വാക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ അപവാദകരമായ പരദൂഷണം എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം അത്രയൊക്കെ ബിഗ് ബുക്കിനെ ഞാനൊന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പുസ്തകം വിട്ട് കളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെയോ നിങ്ങളുടെയോ അഭിപ്രായങ്ങൾ പറയുന്നത് കേവലമായ ഒരു മദ്യാസക്തൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. മറിച്ച് ബിഗ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിന് ഘനം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ മുന്നോട്ട് നയിക്കാനും നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനും നമ്മുടെ മോചനത്തിൻ്റെ മാർഗമായിട്ട് മാറാനും ഉതകുന്ന ഒരു പുസ്തകമാണത്. അപ്പം അത് വിട്ടിട്ടുള്ള കളികൾ നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് പഴമക്കാരെപ്പോഴും പറയുന്നൊരു കാര്യം. എന്നാലും നമ്മൾ ഇങ്ങനത്തെ വിഷയമൊക്കെ കൈകാര്യം ചെയ്യുമ്പം നമുക്ക് മറ്റു ഭാഗത്ത് നിന്നുള്ള അറിവുകളും ഇൻഫർമേഷൻസും, അതായത് വിവരങ്ങളും ഒക്കെ ശേഖരിച്ച് നമ്മൾ അന്യോന്യം കൈമാറുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഉണ്ട് ഈ സ്പീക്കർ മീറ്റിങ്ങുകളിൽ പലപ്പോഴും. അപ്പം ഈ പരദൂഷണം എന്നുള്ള ഈ പ്രവൃത്തിക്ക് കുറഞ്ഞത് 2 പേരെങ്കിലും വേണമല്ലോ. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു പരദൂഷണം പറയാൻ സാധിക്കില്ല. അയാൾക്ക് പറയായിരിക്കും, പക്ഷെ അത് പരദൂഷണം ആകുന്നില്ല.
അപ്പൊ കുറഞ്ഞത് 2 പേരെങ്കിലും അതിൽ വേണം. രണ്ടാമത്തൊരു കാര്യം കൂടെ അത്യാവശ്യം വേണ്ടത്, ഈ 2 പേർക്കും, ഈ പറയുന്നവനും ഈ കേൾക്കുന്നവനും, അവരുടെ കയ്യിൽ സമയം വേണം. സമയം ഒരു അത്യാവശ്യ കാര്യമാണ്. സമയം ഉള്ളതുകൊണ്ടാണ് അവർ ഈ പരദൂഷണം പറഞ്ഞ് നടക്കുന്നത്. സമയം പാഴാക്കൽ എന്ന് നമുക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷേ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള സമയം ഉള്ളതുകൊണ്ട്, ലെഷർ ടൈം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുള്ളത് കൊണ്ട് അവർക്ക് മറ്റു പലതും ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദുഷിപ്പടിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് നീങ്ങുക, അതെന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം, അതൊക്കെ ഓരോരുത്തർക്കും അത് സ്വയം വിലയിരുത്താവുന്ന ഒരു കാര്യമാണത്. നമ്മളെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവനെ പറ്റിയിട്ട് ഈ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുകയാണോ വേണ്ടത്, അതോ ക്രിയാത്മകമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും വേണ്ട ക്രിയാത്മകമായിട്ടുള്ള ഒരു മനസ്സാണ്. അതുപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യാനായിട്ട് സാധിക്കുമോ? അതാണ് ചോദ്യം. സമയം കൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളടുത്ത് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാം. അത് ഈ പരദൂഷണത്തിനായിട്ട് ഉപയോഗിക്കണോ, അതോ അത് ക്രിയാത്മകമായിട്ട് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ, അങ്ങനെ തന്നെ പറയാം, മറ്റൊരു ജീവൻ, മദ്യാസക്തനായ മറ്റൊരാളെ രക്ഷിക്കാനായിട്ടുള്ള കാര്യത്തിലേക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ നമുക്ക് തുടങ്ങാം. ഈ കാര്യത്തിൽ, ഈ വിഷയത്തിലേക്ക് അങ്ങനെ നമുക്ക് തുടക്കമിടാം. ഇസ്ലാമില് പിന്നെ ഈ ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് നിയമങ്ങളുണ്ട്. അതിലൊരു രസകരമായിട്ടുള്ളൊരു കാര്യം പൊങ്ങി വന്നു. അതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: പുരുഷന്റെ തുടയിടുക്കിലും താടിയെല്ലുകൾക്കിടയിലുമുള്ള എല്ലില്ലാത്ത അവയവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കണം. എനിക്ക് ആ വിവേകപൂർവം എന്നുള്ള വാക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ വിവേകത്തെ പറ്റി. അപ്പം ഈ ഹദീസിൽ പറയുന്ന കാര്യം ഇതാണ്, നിയമവലിയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: പുരുഷന്റെ തുടയിടുക്കിലും താടിയെല്ലുകൾക്കിടയിലുമുള്ള എല്ലില്ലാത്ത അവയവങ്ങൾ, നാവും നമ്മുടെ പുരുഷലിംഗവും ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും വിവേകപൂർവം ഉപയോഗിക്കണം. അവിടെ നമ്മൾ പരദൂഷണത്തെ പറ്റി പറയുമ്പോൾ നാവിനാണ് നമ്മൾ പ്രാധാന്യം. നാക്കെന്ന് പറയുന്ന സാധനം, എല്ലില്ലാത്ത ഒരു അവയവം, ഇതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെ വിവേകപൂർവം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതില്ലെങ്കിൽ ചുമ്മാ അതിനെ അങ്ങോട്ട് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അപകടങ്ങളാണ് ഉണ്ടായി വരിക. അത് ആവശ്യമില്ലാതെ ആ എല്ലില്ലാത്ത അവയവം പലതും അപകടങ്ങളിലേക്കാണ് നയിക്കപ്പെടുന്നത്. ആലോചിച്ച് സംസാരിക്കണം എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്. നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ നാവും തമ്മിൽ വലിയ ദൂരമില്ല. അപ്പം തലച്ചോറിൽ തോന്നുന്ന എല്ലാ കാര്യവും വിളിച്ചു പറയാനായിട്ടുള്ള ഒരു അവയവമല്ല നാവ്. ഈ തലച്ചോറിൽ നിന്നും നാവിലേക്ക് ഒരു ചിന്ത സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ വിവേകപൂർവം ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നാവിലേക്ക് എത്തി വാക്കുകളായിട്ട് പുറത്തേക്ക് വിടുക. ഇതൊക്കെയാണ് ഈ ബുദ്ധിയും വിവരമുള്ളവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. പലപ്പോഴും അതെല്ലാം നമുക്ക് സാധാരണക്കാരായതുകൊണ്ട് സാധിച്ചോളണമെന്നൊന്നുമില്ല ഇതല്ല. പക്ഷേ അതായിരിക്കണം നമ്മളെ ശ്രമങ്ങൾ എന്നുള്ളത്. നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗം അതൊക്കെ തന്നെയാണ്. ഇത് പരദൂഷണം എന്ന് പറയുമ്പം നമുക്കിഷ്ടമില്ലാത്തവരെ പറ്റി അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പറയുന്നത്, ആ ഒരു പരിപാടി, നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റി നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങ് പറഞ്ഞു. അതും ഒരു പരദൂഷണത്തിൻ്റെ ഒരു രീതിയാണ്. ഇങ്ങനെ ഈ വിവേകശാലികൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത്
ഇത് രസമുള്ളൊരു കാര്യമാണ്. ശക്തമായ മനസ്സുകൾക്ക് ആശയങ്ങൾ ചർച്ച ചെയ്യും. ശക്തമായ മനസ്സുകൾ ആശയങ്ങൾ ചർച്ച ചെയ്യും. നമ്മൾ പറയില്ലേ, ഐഡിയാസ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. എവിടെ? അതായത് സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാർ, ശക്തമായ മനസ്സുകൾ, അവർ ഐഡിയാസ് ഡിസ്കസ് ചെയ്യും, ആശയങ്ങൾ ചർച്ച ചെയ്യും. സാമാന്യ മനസ്സുള്ളവർ സംഭവങ്ങൾ ചർച്ച ചെയ്യും. സാധാരണ ഓർഡിനറി ആയിട്ടുള്ള മനസ്സുള്ളവർ, ആവറേജ് മനസ്സുള്ളവർ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യും. ഇന്ന് നടന്ന കാര്യവും ഇന്നലെ നടന്ന കാര്യവും സംഭവങ്ങൾ നമ്മൾ സംസാരിക്കും ഇങ്ങനെ ചുമ്മാ. എന്നാൽ ദുഷിച്ച മനസ്സുള്ളവർ പരദൂഷണം പറയും. ഇങ്ങനെ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ശക്തമായ മനസ്സുള്ളവർ ആശയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, സാമാന്യ മനസ്സുകൾ സംഭവങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, ദുഷിച്ച മനസ്സുകൾ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പരദൂഷണം എന്ന് പറയുന്ന പരിപാടി ഒരാളും അയാൾക്ക് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് പരദൂഷണം പറയാൻ ഇഷ്ടമാണെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ ഭൂരിപക്ഷ ആൾക്കാരും പരദൂഷണം ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അതാണ് അതിൻ്റെ ഈ ഒരു കോൺട്രഡിക്ഷൻ. ഇല്ലെങ്കിൽ ഇത് നമ്മൾ പറയില്ലേ, ഒരു വിപരീത യുക്തി എന്നൊക്കെ പറയുന്നൊരു കാര്യം. നമ്മൾ ഇഷ്ടമില്ല, ഇതൊന്നും ഇത് ശരിയല്ല, മോശമാണ് എന്നൊക്കെ പറയെങ്കിലും കേൾക്കാൻ രസമാണ്. അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. മറ്റൊരാളെ പറ്റിയിട്ട് ഈ ദുഷിപ്പുകൾ നമ്മൾ കേൾക്കുമ്പം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ അതങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് പറയാൻ ആരെങ്കിലും മെനക്കെടും? നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു ആസ്വാദക വൃന്ദം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് പറയില്ല. ഒരു പാട്ടുകാരനെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പാട്ട് കേൾക്കാനായിട്ട് ആസ്വദിക്കാനും കഴിവുള്ള ഒരു സദസ്സുണ്ടെങ്കിൽ മാത്രമേ അയാളുടെ പാട്ട് അയാളുടെ സംഗീതം അത് ഉത്കൃഷ്ടമാവുന്നുള്ളൂ, അല്ലേ? ഒരു നർത്തകിയാണെങ്കിൽ അത് ആസ്വദിക്കാനായിട്ടുള്ള ഒരു ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആട്ടം അത് നന്നാവുന്നുള്ളൂ. അതുമാതിരി തന്നെ ഈ പരദൂഷണത്തിനും ആസ്വാദകർ ഉള്ളത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഇഷ്ടമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷവും എന്നാണ് പറഞ്ഞു വന്നത്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഈ നമ്മളോട് ഈ പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, ഒരു സംശയവും വേണ്ട, അവർ നമ്മളെ പറ്റിയും പരദൂഷണം പറയും. ഇത്രയാ ഓർത്താൽ മതി. നമ്മളോട് പരദൂഷണം പറയുന്നവർ ഉറപ്പായിട്ടും നമ്മളെ പറ്റിയും നമ്മളെക്കുറിച്ചും പരദൂഷണം പറഞ്ഞിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുമ്പം പരദൂഷണം പറയുമ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ 2 കാര്യം പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഒരാളെക്കുറിച്ച് നമ്മൾ ദുഷിപ്പ് പറയുന്ന സമയത്ത് അയാളുടെ അഭാവത്തിലാണത് പറയുന്നത്. അയാൾ അവിടെ സ്ഥലത്തില്ല, അയാളില്ല, രംഗത്തില്ല. അയാളുടെ അഭാവത്തിലാണ് നമ്മൾ അയാളെക്കുറിച്ച് ഈ ദുഷിപ്പ് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു വലിയൊരു പോയിന്റുകളിൽ 3 പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഈ അഭാവം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അയാൾ ഉള്ളപ്പോൾ നമ്മൾ പറയുന്നില്ല, അയാൾ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും അധികം നമ്മുടെ ബന്ധങ്ങളൊക്കെ മുറിയാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് ഉടനെ ഒരാളടുത്ത് പറഞ്ഞ കാര്യം മറ്റേ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാളുടെ കാതിലെത്തുന്നു. അയാൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ഇല്ലാതെയാവുന്നു. നമ്മളെക്കുറിച്ചുള്ള ധാരണ അങ്ങ് മോശമാകുന്നു. കേട്ടാൽ ഒരു പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരു പുറമേ കേൾക്കുമ്പോൾ അതൊരു നിരുപദ്രവകരമായ ഒരു കാര്യമാണെന്നൊക്കെ തോന്നാം. അതൊരു വ്യാജം തോന്നല. നിരുപദ്രവകരമാണ്. ഇത് ഉപദ്രവകാരി തന്നെയാണ് പരദൂഷണം. ഇതിന് ദൂരവ്യാപകമായ ആഘാതം സൃഷ്ടിക്കാനായിട്ടുള്ള കഴിവുണ്ട് ഈ ഗോസിപ്പിന്. അത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. കുറ്റങ്ങളും ദുഷിപ്പും ഇങ്ങനെ പറയുക, അത് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ട് മാനസികമായിട്ടൊരു അകൽച്ച ഉണ്ടാകുന്നുണ്ട്. നമ്മളറിയാതെ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ മനസ്സിനകത്ത്.
ഒരാളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അയാളുടെ ഉള്ളതും ഇല്ലാത്തതുമായ വേണ്ടാതീനങ്ങൾ, സത്യമാണോ അസത്യമാണോ എന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, അതിനെക്കുറിച്ചിട്ടൊന്നും ബോധവാന്മാരും അല്ല. കേൾക്കുന്നു ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ആരോപണം, കുറ്റങ്ങൾ, ദുഷിപ്പുകൾ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അപ്പൊ ആ വ്യക്തിയായിട്ട് നമ്മൾ മാനസികമായിട്ടൊരു അകൽച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കണ്ടെക്സ്റ്റിൽ പറയുമ്പം, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളടക്കത്തിൽ സംസാരിക്കുമ്പം ഈ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യം. ഒരുമിച്ചുള്ള പ്രവർത്തനത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കൂട്ടായ്മയെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മളെ ഐക്യം ഇല്ലാതാകുന്നുണ്ട്, നമ്മുടെ ശക്തി കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴവസാനം അന്തിമമായിട്ട് സംഭവിക്കുന്ന എന്താ? മോചനം നടക്കാതെയാവും. നമ്മുടെ 3 കാര്യങ്ങൾ അതാ: യൂണിറ്റി, സ്ട്രെങ്ത്, റിക്കവറി. ഇതാണല്ലോ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന 3 കാര്യങ്ങൾ: ഐക്യം, ശക്തി, മോചനം. അപ്പം ഈ ദുഷിപ്പടിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടായ്മയെ ദോഷകരമായിട്ട് അത് ബാധിക്കുന്നു, ഒരുമിച്ചുള്ള പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു, അതിലൂടെ ഐക്യം ഇല്ലാതെയാകുന്നു, നമ്മുടെ ശക്തി കുറയുന്നു, അതോടുകൂടി നമ്മുടെ മോചനം നടക്കാതെയാകുന്നു. ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് വെറുതെ അല്ല, ചില്ലറ കാര്യമല്ലത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാതിരി അത്ര ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കാവുന്ന ഒരു കാര്യമല്ല ഈ ഈ ഈ പ്രവൃത്തി, ഈ പരദൂഷണം, ഗോസിപ്പ് എന്ന് പറയുന്ന കാര്യം. ഇത്രയൊക്കെ അപകടങ്ങളിലേക്ക് അത് എത്തിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചു തന്നെ ഇരിക്കേണ്ടതാണ്. അതാണ് അതിനകത്ത് പതിയിരിക്കുന്ന അപകട സാധ്യതകൾ. പിന്നൊരു ചോദ്യം അപ്പൊ ചോദിക്കാം. ഇപ്പൊ നമ്മൾ മറ്റൊരാളെ പറ്റിയിട്ടുള്ള മോശം കാര്യം പറയുന്നു എന്ന് പറയുന്നു, ഈ മോശം കാര്യം ഉള്ളതാണെങ്കിലോ? അല്ലേ? അങ്ങനെയും ആവാമല്ലോ. മറ്റൊരാളുടെ മോശം കാര്യം അത് ഉള്ളതാണെങ്കിലോ? അത് പറഞ്ഞാൽ എന്താ പിന്നെ തെറ്റ്? ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളെ ഒരാൾക്ക് നേരെ നമ്മൾ വിരൽ ചൂണ്ടുന്ന സമയത്ത്, ഇവിടെ നമ്മൾ ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ അത് കാണിച്ചു തരാൻ പറ്റില്ല. നമ്മളൊരു വിരൽ ചൂണ്ടുന്ന സമയത്ത് 3 വിരലുകൾ നമ്മളിലേക്ക് ചൂണ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ തള്ളവിരല്, അതായത് തമ്പ്, അത് ഉയരങ്ങളിലേക്കും ചൂണ്ടപ്പെടുന്നുണ്ട്. ഒറ്റ വിരലേ നമ്മൾ ഒരാളുടെ നേരെ ചൂണ്ടുന്നുള്ളൂ, പക്ഷെ 3 വിരല് നമ്മളെ നേരേക്ക് വരുന്നു. അത് നമ്മൾ കാണുന്നില്ല. നമ്മളെ തമ്പാണെങ്കിൽ, തള്ളവിരലാണെങ്കിൽ ഉയരങ്ങളിലേക്ക് ആണ് ചൂണ്ടപ്പെടുന്നത്. ആരോപണം ഈശ്വരനിലേക്കും എത്തുന്നുണ്ട്, നമ്മളിലേക്കും എത്തുന്നുണ്ട്. ഒരാൾക്ക് നേരെ നമ്മൾ വിരൽ ചൂണ്ടും. അതാണ് ഈ ഇതിന്റെ മറ്റൊരു ദൈക്ഷണികമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരാണ് പരദൂഷണം പറയുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒന്ന് ഓടിച്ചു പോകാം. ആരായിരിക്കും ഈ പരദൂഷണം പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ? എന്താണ് അവരുടെ മനസ്സിലിരിപ്പ്? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പൊതുവെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ സ്വയം മതിപ്പില്ലാത്തവരും ആത്മാഭിമാനം വളരെ കുറഞ്ഞവരും ആ കുറവിനെ മറച്ചു വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാനായിട്ടുള്ള ശ്രമം, ഇതാണ് പരദൂഷണത്തിന്റെ പിന്നിലുള്ള ഒരു മനോഗതി എന്ന് പറയുന്നത്. അതായത് അവർക്ക് അവരെ പറ്റിയിട്ട് യാതൊരു മതിപ്പും ഇല്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. അവർക്ക് ഒട്ടും തന്നെ ഈ സെൽഫ് കോൺഫിഡൻസോ ഇല്ലെങ്കിൽ ആത്മാഭിമാനമോ ഇല്ല. അത് വളരെ കുറവാണ്. അപ്പൊ അതിനെ ഒന്ന് മാസ്ക് ചെയ്യാൻ വേണ്ടി, അതിനൊന്ന് മൂടി വെക്കാൻ, മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഉള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരദൂഷണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. അതിന്റെ ലോജിക്ക്, അതിന്റെ യുക്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മറ്റൊരാളെ മോശമാക്കുമ്പോൾ ഞാൻ നന്നാകുന്നു. ഈ ഒരു തെറ്റായൊരു യുക്തിയിലാണ് വിശ്വാസം ചെല്ലുന്നത്. മറ്റൊരാളെ പറ്റി മോശം പറയുന്ന സമയത്ത് ഞാൻ നന്നാവുന്നു, ഇതൊരു തോന്നൽ മാത്രമാണ്. അതെങ്ങനെയാ മറ്റൊരാളെ പറ്റിയിട്ട് നമ്മൾ ഈ കുറ്റം പറയുന്ന സമയത്ത് നമ്മളെങ്ങനെയാ നന്നാവുന്നേ? നമ്മളായിട്ട് തന്നെ നിൽക്കുക. അയാളെ പറ്റിയിട്ട് 4 ദുഷിപ്പടിച്ചുകൊണ്ട് ഞാൻ നന്നാവുന്നില്ല. അതൊരു തോന്നൽ മാത്രം, അതൊരു മിഥ്യയാണ്. ആ ഒരു മിഥ്യാബോധമാണത്.
പിന്നെ എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിനും കൂടെ പരദൂഷണം പറയുന്നവരുണ്ട്. അതായത് ഇത് ആസ്വദിക്കുന്നവർക്കിടയിൽ, മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരും മോശമാണ് മോശമാണെന്നൊക്കെ പറയുകയാണെങ്കിലും കേൾക്കാൻ രസമുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആസ്വാദകരുണ്ടത്. അപ്പോൾ ഈ പരദൂഷണം ആസ്വദിക്കുന്നവർക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അവർക്ക്, ഈ പറയുന്നവർക്ക്. കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും അവർ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാൾക്കുണ്ട് എനിക്കതില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന, അതായത് ഇപ്പം എന്ത് കാര്യം വേണമെങ്കിലും എടുത്തോ. ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം സൽബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കറിയാം മറ്റവനുണ്ട് എനിക്കില്ല എന്നറിയാം. ആ ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു നിരാശയുണ്ട്. അയ്യോടാ എനിക്കില്ലല്ലോ ഇത്. ഇനി അതല്ല ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മറ്റൊരാൾക്കുണ്ടത് പക്ഷെ എനിക്കില്ല, ഇല്ലെങ്കിൽ അവൻ്റെ അത്ര എനിക്കില്ല. അപ്പം അതിൽ നിന്നുണ്ടാകുന്നൊരു നിരാശയുണ്ട്. നിരാശ മാത്രമല്ല, നിരാശയോടൊപ്പം തന്നെ അസൂയയും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. അപ്പം നിരാശയും അസൂയയും ചേർന്ന് പ്രവർത്തിക്കുന്ന, മറ്റുള്ളവന് ഉള്ളതും എനിക്കില്ലാതെ ആയ അവസ്ഥയും, അതെന്തും ആവാം, ധനമാവാം, അല്ലെങ്കിൽ സ്നേഹം ലഭിക്കുന്ന ആളായിരിക്കാം മറ്റേയാൾ, എനിക്കത് കിട്ടുന്നില്ല അതുകൊണ്ടുള്ള അസൂയയായിരിക്കാം. ഇതിൽ നിന്നെല്ലാം അവനെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു പ്രവണത എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടുമല്ലോ. ഒരു താൽക്കാലികമായിട്ട് എൻ്റെ നിരാശയും എൻ്റെ അസൂയയും ഒന്ന് ശമിക്കുന്നുണ്ട്. പക്ഷെ ഇത് വെറും താൽക്കാലിക, ടെമ്പററി ആണിത്. അത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അപ്പോഴത്തെ ഒരു സുഖം കിട്ടും. അവനെപ്പറ്റി 4 ദുഷിപ്പടിച്ചു കഴിഞ്ഞാൽ, അവനെപ്പറ്റി ഒരു പരദൂഷണമൊക്കെ പരത്തി കഴിഞ്ഞാൽ എൻ്റെ നിരാശയ്ക്കും എൻ്റെ അസൂയയ്ക്കും ഒരു താൽക്കാലിക ശമനം കിട്ടുന്നുണ്ട് എന്നുള്ള. വേറൊരു കാര്യം, ഈ പരദൂഷണം പറയുന്നവർ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള വിഷയത്തിലാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധ നേടാനായിട്ട്, അതായത് ഒരു ആൾക്കൂട്ടം എന്ന് പറയണ്ട, ഒരു 4 ആൾ കൂടുന്നൊരു സഭയിൽ അവരുടെ ബാക്കിയുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇല്ലാത്ത ഒരാളെ പറ്റിയിട്ട് നല്ല ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ട് ഒരു നുണയങ്ങ് കാച്ചി വിട്ട് കഴിഞ്ഞാൽ ഒരു പരിഗണനയൊക്കെ അപ്പം ലഭിക്കും. ആഹാ, അങ്ങനെയാണോ അവൻ്റെ കാര്യം, അത് ശരി, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ആ ഒരു ഹ്രസ്വമായ കുറച്ച് സമയത്തേക്ക് അവിടെ അവരുടെ ശ്രദ്ധ നേടിയെടുത്തു. അവൻ അവിടുത്തെ ലൈം ലൈറ്റിൽ വന്നില്ല, ഈ സ്പോട്ട് ലൈറ്റിലെത്തി. ഈ വ്യക്തി, ഈ പറയുന്ന ആള്, ആ കുറച്ച് നേരത്തേക്ക് സ്പോട്ട് ലൈറ്റിൽ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതവൻ ആസ്വദിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പരദൂഷണം പറയുന്നതോടുകൂടി തന്നെ. അതുകൊണ്ട് അവൻ അത് കുറച്ച് നേരത്തേക്ക് ആൾക്കാരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ സാധിക്കുന്നു എന്നുള്ളത്, ആ പരിഗണന അവന് ലഭിക്കുന്നു എന്നുള്ളത്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്തോ ഒരു സുഖമുണ്ട്. പിന്നൊരു കാര്യം, മറ്റൊരാളുടെ സ്വീകാര്യതയും അംഗീകാരവും തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. അങ്ങനെ അവനെ വിട്ടിട്ട് കാര്യമില്ല. അവനെ മാത്രം എല്ലാവർക്കും വലിയ കാര്യമാണ്. അവൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ അംഗീകരിക്കും. എന്നാൽ പിന്നെ അതങ്ങ് തീർത്ത് കൊടുക്കാം, ഒരു പണി കൊടുക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നാൽ അവനിട്ട് 8ൻ്റെ ഒരു പണി അങ്ങ് കൊടുക്കാം. അങ്ങനെ പരദൂഷണം ഉപയോഗപ്പെടുത്താം ഈ ഒരു കാര്യത്തിന്. അവനെ അങ്ങ് അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ആയുധമായിട്ട് മാറ്റുകയാണ്. അയാളുടെ സ്വീകാര്യത അതോടുകൂടി തീർക്കാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരം, നാട്ടുകാരുടെ ഇടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരത്തെ ഇല്ലാതെയാക്കാൻ, തകർത്ത് തച്ച് തരിപ്പണാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അയാളെ പറ്റിയിട്ട് 4 പരദൂഷണം പറഞ്ഞിരിക്കുക. ഓക്കെ, വേറെയുണ്ട് കാരണങ്ങൾ. വ്യക്തി വൈരാഗ്യം തീർക്കാൻ, ഇത് വെറും പേഴ്സണലാണ്, വളരെ പേഴ്സണലായിട്ട് ഈ പരദൂഷണം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. അത് വൈരാഗ്യമാണേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിക്കുള്ള വൈരാഗ്യം, അതങ്ങ് വൈരാഗ്യം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമമാണത്. ഈ ഇല്ലാത്തതോ ഒക്കെ അങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞിട്ട് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞുണ്ടാക്കിയിട്ട് അയാളെ അങ്ങ് തീർക്കുക എന്നുള്ളത്.
അപ്പം ആ വൈരാഗ്യത്തിനൊരു ശമനം കിട്ടും. എല്ലാം ഇത് തന്നെ. നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി ദൗർബല്യങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെ ക്യാരക്ടർ ഡിഫക്ട്സ് എന്ന് നമ്മൾ പറയുമല്ലോ, നമ്മുടെ അപാകതകൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ പടികളിൽ ഉള്ള രണ്ട് വാക്കുകളാണത്, അപാകതകൾ, സ്വഭാവ വൈകല്യങ്ങൾ. ഇതിൻ്റെയൊക്കെ വേരവിടെയാ കിടക്കുന്നത്, ഈ പരദൂഷണം പറച്ചിലിൻ്റെയൊക്കെ ഒരു അപാകതയിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത്. അതിന് വേരവിടെയുണ്ട്, അതിന് ഇലയും മുള്ളും പുഷ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളെ പറ്റി നമ്മൾ ഈ പരദൂഷണം പറയും. പിന്നെ പലപ്പോഴും പരദൂഷണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു അരക്ഷിതാവസ്ഥയായിരിക്കും. അങ്ങനെയുണ്ടല്ലോ, അരക്ഷിതാവസ്ഥ പല പല മോശപ്പെട്ട കാര്യങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നുണ്ട്. അതായത് ഐ എം നോട്ട് സേഫ്, ഐ എം നോട്ട് സ്റ്റേബിൾ ഒക്കെ അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് സത്യമായിരിക്കും, പക്ഷെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ, അതിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പരദൂഷണം എന്ന് പറയുന്നത്, ഈ ഗോസിപ്പ് എന്ന് പറയുന്നത്. അരക്ഷിതാവസ്ഥയിൽ നിന്നും അല്പനേരത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കാനായിട്ട് നമ്മൾ ഗോസിപ്പ് ഉപയോഗപ്പെടുത്തുന്നു. അതായത് ഞാനും മറ്റുള്ള ഒരാളിൽ നിന്നും മെച്ചപ്പെട്ടവനാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഞാൻ. ഇല്ലാത്ത ഒരു എന്നെ ഞാൻ നിർമ്മിക്കുകയാണ്. എങ്ങനെ? മറ്റേയാളെ ഇടിച്ച് താഴ്ത്തിയിട്ട്, അയാളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട്, അയാളെ പറ്റിയിട്ട് സംശയാസ്പദമായ നിലയിൽ ഒരു അർദ്ധസത്യം വിളമ്പിയിട്ട്. അപ്പോൾ എന്താ പറ്റുന്നത്? ഞാനൊരു കേമനാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ളൊരു ശ്രമം. ഇതെല്ലാം നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പം നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ ഇത്തരക്കാരെ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമ്മളെ ഏക്കകത്തും നമ്മൾ കാണുന്നുണ്ട്, പുറത്തും നമ്മൾ കാണുന്നുണ്ട്, കുടുംബത്തിനകത്ത് കാണുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഇതിനെയൊക്കെ വിഷയമാക്കി വെക്കുന്നത്. നമുക്കത് അഫോർഡബിൾ അല്ല. ഈ വ്യായാമം, ഈ എക്സസൈസ്, ഈ ഗോസിപ്പ് എന്ന് പറയുന്ന ഈ വ്യർത്ഥമായൊരു വ്യായാമമാണ്, ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് എന്ന് പറയും. അത് നമുക്ക് അഫോർഡബിൾ അല്ല, നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. കാരണം ഞാനും നിങ്ങളും ആൽക്കഹോളിക്സ് ആണ്. നമ്മുടെ ഉദ്ദേശം, ഏല് വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ കുടിയിൽ നിന്നും മാറി നിൽക്കുക, മറ്റൊരാൾക്ക് കുടിച്ചു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു താങ്ങായി നിൽക്കുക, ഇതൊക്കെയാണ് നമ്മളെ ഉദ്ദേശങ്ങൾ. അതാണ് നമ്മൾ പറയുന്ന ഈ പ്രാഥമിക ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്നും വ്യതിചലിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ഗോസിപ്പിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു തടയിടുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ കാരണം. കാരണം ആ വഴിക്കല്ല നമ്മൾ പോകേണ്ടത്, ആ വഴി ശരിയല്ലാത്ത വഴിയാണ്. അപ്പം ആ വഴിക്ക് പോകാനായിട്ട് പ്രവണതകൾ വല്ലതും നമ്മളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് നല്ല വഴിയുണ്ട്. നമ്മൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നല്ല വഴിയേ ഉള്ളൂ. അതൊന്ന് തെളിഞ്ഞു കിട്ടുക എന്നുള്ളത്, ആദ്യമൊന്നും അതിനൊരു തെളിച്ചം കാണില്ല, കുറച്ച് കോടമഞ്ഞ് മൂടിയതുപോലെയൊക്കെ കിടക്കുന്നു ഇരിക്കും. പക്ഷേ നമ്മളുടെ ഈ ഇതിലൂടെയുള്ള പടികളും പാരമ്പര്യങ്ങളും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കോടമഞ്ഞ് നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരിക വഴി, ആ വഴിയെ അങ്ങ് പോയാൽ മതി. പ്രശ്നം അത്രയേ ഉള്ളൂ. കാരണം ആ വഴി സഞ്ചരിച്ച ആൾക്കാർ നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് അതിലെ സഞ്ചരിച്ച് വിജയിച്ചവരുണ്ട്. അതാണ് നമ്മളെ എക്സാമ്പിൾസ്. അപ്പൊ ഇത് ചുമ്മാ അല്ല. നമ്മളെ യാത്ര വളരെ, കക്കാട് പറഞ്ഞ ഒരു സഫലം ഈ യാത്ര എന്ന് തന്നെയാണത്. വളരെ സഫലമായിട്ടുള്ളൊരു യാത്രയാണ്. ഞാൻ എൻ്റെ 21ാമത്തെ മെഡൽ വാങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ സഫലമാണ് എൻ്റെ ജീവിതം എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ എയിലൂടെ ഉള്ള സഞ്ചാരം എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ജേർണി, അതൊരു യാത്രയാണ്. നമ്മൾ ഇതിനകത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ യാത്ര സുഗമമാക്കാനായിട്ടുള്ള അത്യാവശ്യം വേണ്ട
ചൂട്ടുകുറ്റി എന്നൊന്നും ഇപ്പൊ പറയുന്നില്ല, ടോർച്ച് പറയുന്നില്ല. ടെലിഫോണിന്റെ ആ ലൈറ്റ് മതി മുന്നോട്ട് പോകാൻ നമുക്ക്. കാരണം നമ്മൾ ഒരു പടി മതി നമുക്ക്. നമ്മൾ 1 day at a time എന്നാണല്ലോ നമ്മളെ സൂക്തം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നിലുള്ളത് കണ്ടാൽ മതി. അല്ലാതെ നമ്മുടെ ലക്ഷ്യം വരെ ഒന്നും എത്തേണ്ട ഒരു ടോർച്ച് ലൈറ്റിന്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ തൊട്ട് മുന്നിലുള്ള പടി, നമ്മൾ കാലെടുത്ത് വെക്കേണ്ട സ്ഥലം സുരക്ഷിതമാണ് എന്നുള്ള തോന്നലുണ്ടായി കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് നമുക്ക് വീണ്ടും ടോർച്ച് അടിക്കാം. അങ്ങനെ അടിക്കപ്പെടുന്ന ഒരു ടോർച്ച് ലൈറ്റ് തന്നെയാണ് നമ്മുടെ ഈ പടികൾ. അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ടോർച്ച് ലൈറ്റ് തന്നെയാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അല്ലാതെ അങ്ങേ അറ്റം വരെ ദേ കിടക്കുന്ന ലക്ഷ്യം, അവിടം വരെ എത്തുന്ന ഒരു ഭയങ്കര ലൈറ്റൊന്നും അല്ലത്. തൊട്ട് മുന്നിലുള്ളത് സേഫ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കും, അത് കറക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അത് ക്ലാരിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ നമുക്ക് കാഴ്ച കൃത്യമാണ്. അവിടെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കാലെടുത്ത് വെക്കാം. അത്രയും കിട്ടിയാൽ മതി. 1 day at a time നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് ഓൾ. പിന്നെ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മൾ ഈ സാഡിസം എന്നൊക്കെ വിളിക്കുന്ന പരിപാടി. ഈ ഗോസിപ്പിന് അങ്ങനെ ഒരു വശം, അതായത് തീർച്ചയായിട്ടും ഒരാളെക്കുറിച്ച് നമ്മൾ പരദൂഷണം പറയുമ്പം അത് പരക്കും എന്നുള്ളതാണ്, അത് പരന്ന് പോവും. അപ്പം അവൻ്റെ ചെവിയിൽ എത്തുന്ന സമയത്ത് അവനൊരു വേദന അനുഭവിക്കാനുണ്ട്. ആ വേദനയിൽ നിന്നും പറഞ്ഞവനൊരു സന്തോഷം ലഭിക്കാനും. അതാണ് ആ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെൻഡൻസി. ഒരു പരക്ലേശത്തിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന ഒരു പരിപാടി. അതും ഈ പരദൂഷണം പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു ലക്ഷ്യമാണത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സ്വന്തം അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചും ഇനി നാളെ എൻ്റെ ജീവിതം എന്താവും, എൻ്റെ ഭാവിയെക്കുറിച്ചും ഉള്ള കടുത്ത ഉത്കണ്ഠ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. ഈ ഉത്കണ്ഠയിൽ നിന്നും പൊന്തി വരുന്ന, ഇല്ലെങ്കിൽ ഈ ഉത്കണ്ഠയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരായുധം എന്ന നിലയ്ക്കും നമുക്ക് ഈ പരദൂഷണത്തെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ പല പല ലെവലുകളിലാണിത് പ്രവർത്തിക്കുന്നത്. അപ്പം ഈ പരദൂഷണം പറയുന്നവരുടെ മനസ്സിലിരിപ്പാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവും. നമുക്ക് പറയാൻ ഇഷ്ടംമാതിരി കാര്യങ്ങൾ ചകഞ്ഞെടുക്കാം. അപ്പം നമുക്കിപ്പം നമ്മുടെ സമയക്കുറവും പിന്നെ ലഭിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു പരിമിതിയും അത് ഞാൻ സമ്മതിക്കുന്നു. അതെല്ലാം കണക്കിലെടുത്തിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് തള്ളി വിട്ടാൽ മതി. അതവിടെ കിടക്കട്ടെ. എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്രദം ആവും തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇനി നമുക്ക് പോകാനുള്ളത് ഈ പരദൂഷണം പറച്ചിലിന് പിന്നിലെ, അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ഒരു മനഃശാസ്ത്രമുണ്ട്. അങ്ങനെയൊന്നും മനഃശാസ്ത്രം എന്നൊന്നും പറയണ്ട, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു പ്രവണതയുണ്ട്. അതെന്താന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. കാരണം ഇത് അങ്ങനെ ഒരു സാധനമാണെന്നേ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത്. ആരാണ്ടോ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ പിശാചിന്റെ ഒരു കോളാണ് ഗോസിപ്പ് എന്ന്. പരദൂഷണം എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു കോൾ, ഒരു ഫോൺ കോളാണ്. അത് എടുക്കാതിരിക്കുന്നതാ ബുദ്ധി. നമുക്ക് കണ്ടിട്ടില്ലേ, ചില കോള് വരുമ്പോൾ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ യുക്തി ഉപയോഗിച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ പാരയാണ് എന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ എടുക്കില്ല. അതുപോലെ ഈ പിശാചിന്റെ ഇത്തരത്തിലുള്ള കോളുകൾ, ഈ ഗോസിപ്പ് എന്ന് പറയുന്ന കോള് വന്നു കഴിഞ്ഞാൽ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. കാരണം നമ്മൾ സമൂഹമൊക്കെ അതും നോക്കണം. നമ്മൾ ഏലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. ഞാനൊരു സാമൂഹ്യ വിമർശനമൊന്നും നടത്താനായിട്ടുള്ള ഉദ്ദേശമൊന്നുമല്ല, എന്നാലും ഒരു വാസ്തവം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല മനുഷ്യരെ പറ്റിയിട്ടുണ്ടല്ലോ, മോശം കാര്യങ്ങൾ കേൾക്കാൻ കാത് കൂർപ്പിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല മനുഷ്യരെ പറ്റിയിട്ട്
മോശം കാര്യങ്ങൾ കേൾക്കാനായിട്ട് കാത് തുറന്നു വെച്ച് നടക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം കേട്ടോ, പരദൂഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദേശീയ വിനോദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നാഷണൽ എന്റർടൈൻമെന്റെന്നോ നാഷണൽ സ്പോർട്ടോ ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണത്. അപ്പൊ അവിടെയാണ് നമ്മൾ തടയിടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മളെയെങ്കിലും. മറ്റുള്ളവരെ അല്ലെങ്കിലും നമുക്ക് നമ്മളെ ഒന്ന് തടയിടാൻ സാധിക്കും, അതേ സാധിക്കുള്ളൂ. അപ്പൊ അത് നമ്മളൊന്ന് ജാഗരൂകരാകുക, കെയർഫുൾ ആവുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഈ വിവേകി എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവനും കേട്ടാൽ മനസ്സിലാവുന്നവനും കാര്യകാരണ ഗൗരവത്തോടെ കാര്യങ്ങളെ സ്വീകരിക്കുന്നവനും ഒക്കെയാണല്ലോ നമ്മൾ വിവേകി എന്ന് വിളിക്കുന്നത്. വിവേകിയുടെ കാതിലേക്ക് ഒരു പരദൂഷണം വന്ന് വീഴുമ്പോണ്ടല്ലോ, ഈ പരദൂഷണത്തിന്റെ കാലൊടിയുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അല്പം വിവേകികളായിട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാതിൽ ഒരു പരദൂഷണം വന്ന് വീഴുമ്പോൾ ആ പരദൂഷണത്തിന്റെ കാലുളുക്കുക ചെയ്യുന്നു, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അതാണ് നമ്മുടെ കവചം. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരിചയം, കവചവും ഒക്കെ. ആയുധങ്ങൾ, സ്വയം രക്ഷയ്ക്കുള്ള എല്ലാ കോപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്. അതെടുക്കുക, ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രേ ചെയ്യേണ്ടേ ഉള്ളൂ. സിമ്പിൾ ആണെന്നേ. നമ്മുടെ യാത്ര, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് എന്നും അതിനെ വിളിക്കാം, ടൂൾസ് എന്നും വിളിക്കാം. ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. പക്ഷേ അതിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. ആ മനസ്സിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ തിങ്സ് വിൽ ഫോളോ. പിന്നെ ബാക്കിയെല്ലാം സുഗമമായിട്ട് നടന്നോളൂ. ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഇവിടെ എത്തി, എന്ത് പറയാന്ന് ഞാൻ ഈ പരദൂഷണം പറച്ചിലിന് പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം സങ്കീർണമായ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഉദ്ദേശങ്ങളുണ്ട്. ഈ നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല, ഒറ്റ കേൾവിയിൽ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി അത്ര അപകടകാരിയൊന്നും അല്ല ഇത്. ഈ ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രശ്നം പിടിച്ച കാര്യമാണോ എന്നൊക്കെ തോന്നാം. പക്ഷെ ഇത് സങ്കീർണമായിട്ടുള്ള പല ഉദ്ദേശങ്ങളും ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള, ഒറ്റ നോട്ടത്തിൽ അത് കണ്ടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പെട്ടുപോകുന്നത്. അങ്ങനെയൊക്കെയാണ്. അതായത് ഇതിൽ വേറെയും കാര്യങ്ങളുണ്ട്, ചില ഗുണപരമായ കാര്യങ്ങളും ഉണ്ട്. മറ്റുള്ളവരായിട്ട് അടുക്കാനും അവരുമായിട്ട് ഒരു അത് നമ്മൾ ഒരു 4 പേർ കൂടുന്ന ഒരു സംഘത്തിനകത്ത് അതിനകത്തേക്ക് ഒരു അഞ്ചാമന് കയറി വരാനായിട്ട് പറ്റുന്നൊരു കാര്യം ആയിട്ട് എടുക്കാം. അപ്പൊ അവരുമായിട്ടൊന്ന് അടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു അപകടകരമല്ലാത്ത ഒരു ഗോസിപ്പുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും, എല്ലാം സാധിക്കും. അവരുമായിട്ട് ഒരു ഐക്യം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. ഇൻഫർമേഷൻ നമുക്ക് ഒരുപാട് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു സൂചന ഇട്ട് കൊടുത്താൽ മതി, അതൊരു ചൂണ്ടയായിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെ മറ്റവനില്ലേ, ഇങ്ങനെയൊക്കെയാ തുടങ്ങുക സാധാരണ. ഈ പരദൂഷണം തുടങ്ങുമ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളെ പറ്റിയാണല്ലോ നാച്ചുറലി പറയുക. നമ്മുടെ അവനില്ലേ, ഏതവൻ, അല്ല ആ ചുണ്ടമുടി, അവൻ എന്താ പറ്റി, അവന്റെ കാര്യം ഒന്നും പറയണ്ട. ഇങ്ങനെയൊക്കെയാണ് ഇത് വരിക, വളരെ നിരുപദ്രവകരമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും, ആ ബാക്കി കൂടിയിരിക്കുന്നവര് വേറെ കുറെ പോയിന്റ്സ് അവർ ഇങ്ങോട്ട് തിരിച്ചിട്ട് തരും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കക്ഷിയെ പറ്റി, നമ്മൾ പരദൂഷണം പറയുന്ന കക്ഷിയെ പറ്റിയിട്ട് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. പിന്നെ ഉള്ളത് ഇത് തന്നെ. ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു സമയമുള്ളവർക്ക് അത് ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്ന കാര്യം വിനോദം പകരാനാണ്. ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ പറയത്തില്ലേ, ഒരു ടൈം പാസ് എന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. ഒരു ടൈം പാസിന്റെ ഭാഗമായിട്ട് ഒരാളെ പറ്റിയിട്ട് 4 പരദൂഷണം പറയല്, ഓക്കെ, കേൾക്കുമ്പോൾ അത് ഒട്ടും തന്നെ അപകടകരമല്ലാന്ന് തോന്നും. പക്ഷെ ഈ ടൈം പാസിന് പറയുന്നത്, അല്ലെങ്കിൽ വിനോദം പകരുവാനായിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ടോ ഒക്കെ പറയുന്നൊരു കാര്യം
എത്രമാത്രം അപകടത്തിലേക്ക് നീങ്ങും എന്നുള്ള, ഇത് അക്രമാസക്തമായി മാറാൻ വരെ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ലാഘവത്തോടു കൂടി കാണാൻ പറ്റില്ല എന്ന് പറയും. ഒറ്റ നോട്ടത്തിൽ അവൻ നിരുപദ്രവകാരിയാണെങ്കിലും സൂക്ഷിച്ചുള്ള നോട്ടത്തിൽ അത് അക്രമാസക്തനാവും. അധികാരം പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കും, അസൂയയുടെ ഒരു പ്രകടനമായിരിക്കും, ഭയപ്പെടുത്താനായിട്ടുള്ളൊരു ഒരു ഒരു ക്രിയയായിരിക്കും. പിന്നെ ക്യാരക്ടർ അസാസിനേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സ്വഭാവഹത്യ, മറ്റൊരാളുടെ സ്വഭാവം. അതാണ് നമ്മൾ എപ്പോഴും ഈ ടി വിയിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ്, ടെലിവിഷനിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരാള് നേതൃത്വത്തിലേക്കൊക്കെ വരുമ്പോൾ അയാളുടെ സ്വഭാവത്തെ നമ്മൾ പിച്ചി ചീന്തി അവൻ അപ്പിടി ഇപ്പിടി, അപ്പോഴേക്കും കുറെ മീറ്റു ഒക്കെ വരും അതിൻ്റെ കൂടെ. അതോടുകൂടി അവൻ്റെ അധോഗതി തുടങ്ങി. അതാണ് സ്വഭാവഹത്യ എന്ന് പറയുന്നത്. അയാളുടെ ക്യാരക്ടറിനെ നമ്മൾ അങ്ങ് കൊലപാതകം നടത്തുക. അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ സൈബർ പരദൂഷണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ഈ ടി വി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിലേക്ക് കയറിയതാണ്. ഈ നമ്മുടെ സൈബർ ലോകത്ത് അവിടെ ഇതിന് ഒരുപാട് മാർക്കറ്റ് ഉള്ളൊരു സ്ഥലമാണ്. മിക്ക പ്രോഗ്രാംസും, ഈ ചാനൽസ് നടത്തുന്ന മിക്ക പ്രോഗ്രാംസിലും ഇതല്ലേ സംഭവിക്കുന്നത്. അവിടെ ഇല്ലാത്തൊരാളെ പറ്റിയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അയാൾ അപ്പിടി ഇയാൾ പിടി, അല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ്. പിന്നെ അയാളെ പറ്റിയിട്ടുള്ള ഉള്ളതും ഇല്ലാത്തതും ഭാവന പ്രവർത്തിക്കുന്ന തരത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെലിവിഷനിൽ കാണുന്ന കാര്യം. ഇനി അതല്ല, നമ്മൾ സൈബർ പരദൂഷണം എന്ന് പറയുമ്പം ടെലിവിഷൻ മാത്രമൊന്നും അല്ല. നമ്മളെ ഈ പുതിയ മാധ്യമങ്ങളുണ്ടല്ലോ, എന്താ പറയുക, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ, എക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട്, വാട്സാപ്പ്. നമ്മൾ അതൊക്കെ സർവകലാശാലകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ ഈ പരദൂഷണം, ഈ ഗോസിപ്പ് എന്ന് പറയുന്ന സാധനത്തിന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക, ഒരു അടിത്തറ ഉണ്ടായിക്കൊണ്ടിരിക്കുക അവിടെയൊക്കെ. അതിനൊരു പ്രധാന കാരണം അനോണിമിറ്റി ഉണ്ട്. ഞാനിപ്പം നിങ്ങളോട് മറ്റൊരാളെ പറ്റിയിട്ട് ഈ പ്രോഗ്രാമിൽ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനോണിമിറ്റി ഇല്ല. കാരണം ബൈജുരാജ് മിസ്റ്റർ എക്സിനെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യമായിട്ട് അത് നിൽക്കും. നേരെ മറിച്ച് സൈബർ ഇടത്തിൽ, സ്പേസിൽ, ഫേക്ക് ഐ ഡികളിൽ കൂടെ, അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാം ഫേക്ക് ഐ ഡി ഒരുപാട് ഉള്ള ഒരു ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ അനോണിമിറ്റിയാണ്. അവിടെ ആരാ പറഞ്ഞതെന്ന് ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞത് ആരുമാകാം. ഓക്കെ, ഈ വായിക്കുന്നതും കേൾക്കുന്നതും പലപ്പോഴും കാണുന്നതും ലോകമെമ്പാടും, ഹോൾ ഓവർ ദ വേൾഡ്, ഇതെല്ലാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ വ്യാപ്തി. അതാണ് ഒരാളോട് പറയുന്ന, അവിടെ രണ്ടുപേർ ചേർന്ന് നടത്തുന്ന ഒരു പരദൂഷണം പുതിയ കാലത്ത് സൈബർ യുഗത്തിൽ അതിന് ഒരുപാട് വ്യാപ്തി ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വ്യാപ്തിയോടൊപ്പം തന്നെ അതിൻ്റെ അപകടങ്ങളും വർദ്ധിച്ചു വന്നിരിക്കുകയാണെന്നുള്ളത്. കാരണം തെളിവൊന്നും വേണ്ടതിന്, ഒരു പരദൂഷണത്തിന് ആരും തെളിവൊന്നും ചോദിക്കാറില്ല. തെളിവിൻ്റെ പിൻബലം ഇല്ലാതെ വിശ്വസിക്കപ്പെടുന്നൊരു കാര്യമായിട്ട് ഗോസിപ്പ് മാറിയിട്ടുണ്ട്. ഒരു തെളിവും വേണ്ട, അങ്ങ് പറഞ്ഞേക്കുക. അത് വിശ്വസിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ ഇല്ലാത്ത കാര്യത്തിൻ്റെ പുറത്ത് വീണ്ടും വരികയാണ്. അപ്പം മറ്റൊരുത്തൻ അതിന് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെക്കുന്നു, വേറൊരാൾ ഉപ്പും മുളകും പുരട്ടി കൊടുക്കുന്നു. അങ്ങനെ ഇത് വളർന്ന് ഈ ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യം, വ്യാജമായിട്ടുള്ളൊരു കാര്യം വളർന്ന് ചിറക് വിരിച്ചിട്ട് അതൊരു വൻ സംഭവമായിട്ട് മാറുക. അതാണ് അപരന്റെ ദുഷിപ്പ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കാതും മനസ്സും ഉള്ളൊരു ജനതയായിട്ട് ഇവിടെ ഉള്ളപ്പം ഇതിന് ഒരു പഞ്ഞുമില്ല. അങ്ങ് ഇറക്കി വിട്ടാൽ മതി. അതങ്ങ് എന്താ പുതിയ ഭാഷയിൽ പറഞ്ഞ പറത്തി വിട്ടാൽ മതി. അത് താനെ അങ്ങ് പറന്നോളും. പറക്കുക മാത്രമല്ല, അത് പരക്കുകയും ചെയ്യും. താനെ അതങ്ങോട്ട് പരന്നോളും. അതിന് വലിയ അധ്വാനമൊന്നും വേണ്ടെന്നുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് നമ്മളെ ലാപ്ടോപ്പിലിട്ട് അടിച്ചു കയറ്റിയാൽ പോരെ. അമിതമായ ഒരു അധ്വാനവും വേണ്ടാത്ത ഒരു പ്രവൃത്തിയാണത്. കാരണം ഈ പ്രസരണം, സംക്രമണം, വ്യാപനം, ഇതൊക്കെ
ഒക്കെ വളരെ എളുപ്പമാണ് ഇപ്പോൾ. പക്ഷെ എന്ന് ആലോചിച്ചാൽ മതി, നല്ല കാര്യങ്ങൾ അങ്ങനെയാണോ? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം ദുഷിപ്പിനെ പറ്റിയിട്ടാണ്. നല്ല കാര്യങ്ങൾ ഈ പ്രസരണം നടക്കുന്നുണ്ടോ, വ്യാപനം നടക്കുന്നുണ്ടോ? അതെന്താ അത്ര എളുപ്പമല്ലാതെ വരുന്നത്? ആൾക്കാരില്ല കേൾക്കാൻ. ഒരു മനുഷ്യന്റെ നന്മയെക്കുറിച്ചൊന്നും പറയുന്ന ആള് പൊട്ടനാപ്പം. അങ്ങനെ വന്നിട്ടുണ്ട് ഏകദേശം. അതൊക്കെ പൊട്ടന്മാർ പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളായിട്ട് മാറുന്നു. നമ്മുടെ ഈ നൈതിക ബോധം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികത, മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് എവിടേക്കോ എത്തിപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയോ ഈ ചാണകക്കുഴിക്കകത്ത് കിടക്കുകയാണ്. അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ധാർമ്മികതയും ഏടെ ഈ സ്പിരിച്വാലിറ്റിയും ആത്മീയതയും ഏടെ നൈതിക ബോധവും ഏടെ എത്തിക്സും നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അത് സമ്മതിക്കേണ്ട ഒരു കേസാണ്. കാരണം മറ്റ് മേഖലകളിൽ ഒന്നും നടക്കാത്തൊരു കാര്യം നമുക്കിവിടെ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്. മറ്റു മേഖലകളിലെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങളും ഏല് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ കോൺട്രഡിക്ഷൻ, അവിടെയാണ് കിടക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ടത്, നല്ല മനസ്സിൻ്റെ ഉടമകളാകാനായിട്ട് ഒരുപാട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. നല്ല മനസ്സിൻ്റെ ഉടമകളാവാൻ വേണ്ടി ഉള്ള നമ്മുടെ പ്രവർത്തനം ഉണ്ടല്ലോ, അത് ശ്ലാഘനീയം എന്ന് മാത്രമല്ല, അത് എക്സംപ്ലറിയാണത്. മറ്റുള്ളവർക്ക് അത് കണ്ടു പഠിക്കാവുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഈ നെഗറ്റീവ് ഫലങ്ങളും നമുക്കൊന്ന് അതിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഏതിൻ്റെ? നമ്മുടെ ഗോസിപ്പിൻ്റെ നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്ന സാധനം. മാനസികാരോഗ്യ പ്രത്യാഘാതങ്ങൾ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗോസിപ്പ് എന്ന് പറയുന്ന ഈ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, മറ്റൊരാളുടെ മാനസിക ആരോഗ്യം കൊളാക്കുന്നുണ്ട്. പ്രത്യാഘാതങ്ങൾ ഇച്ചിരി ചെറുതൊന്നും അല്ല. അത് നമുക്ക് എണ്ണി എണ്ണി പറയാം. അതായത് അവനിലൊരു ആസക്തി ഉണ്ടാകുന്നുണ്ട് ഈ പറയുന്ന ആൾക്ക്. എന്താണ് ആസക്തി? നമ്മൾ മദ്യാസക്തിയെ പറ്റി എപ്പോഴും കേൾക്കും. ആ അഡിക്റ്റീവ് ആകുന്നെന്ന് പറയുന്നത് അസത്യങ്ങളോടൊരു ആസക്തി ഉണ്ടാകും, ഇല്ലായ്മയോടൊരാസക്തി. അസത്യം എന്ന് പറയുന്നത് സത്യമല്ലാത്തതിനോടൊരാസക്തി, അർദ്ധസത്യങ്ങളോടൊരാസക്തി, അങ്ങനെയുണ്ടല്ലോ, ഈ ഹാഫ് ട്രൂത്തുകൾ എന്ന് നമ്മൾ പറയും. അതിനോടൊക്കെ ഒരു ആസക്തി. ഇതൊരു അടങ്ങാത്ത ആസക്തിയായിട്ട് അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ്. പിന്നെ അവന് സ്ഥിരമായിട്ട് ഗോസിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവന് നന്മ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കണ്ടാൽ അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അവന് നല്ലത് കണ്ടാൽ അംഗീകരിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ മറ്റൊരു പ്രത്യാഘാതമാണ്. ഈ ഗോസിപ്പ് മോങ്കർ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് പരദൂഷണം പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ഒരു നല്ലത് കണ്ടാൽ അംഗീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ എത്തിപ്പെടുകയാണ് അയാൾ. അത് പറഞ്ഞപ്പോൾ വേറൊരു തമാശയുണ്ട്. അതായത് നമ്മൾ സമൂഹം തന്നെ എടുത്തു കഴിഞ്ഞാൽ, സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം മനസ്സിലാക്കാനായിട്ട് അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ട്രയലർ കിട്ടും, ഒരു ചെറുഭാഗം കിട്ടും. അതിൻ്റെ ഒരു 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ അതേ ഒരു സിനിമ പോയി കാണുന്നു. മോഹൻലാലിൻ്റെ ഒരു സിനിമ പോയി കണ്ട് തിരിച്ച് ഞാൻ ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ ഒരാൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സിനിമ? ഞാൻ പറയുന്ന വാക്ക് ഇതായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ സിനിമ നല്ലതാണ് എന്ന് പറയാൻ സാധിക്കാത്തത്? നല്ലത് കണ്ട് അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് എനിക്ക്. ഞാൻ പറയുന്നത് എന്താ? കുഴപ്പം ഇല്ല. അതായത് ഞാൻ ഈ സിനിമ കാണാൻ പോയത് അതിനകത്തുള്ള കുഴപ്പങ്ങൾ തപ്പിയെടുക്കാനാണെന്നുള്ള അർത്ഥം. മറ്റൊരു വാക്കുണ്ട്, മോശമില്ല. മോശമില്ല. നമ്മൾ ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് കണക്ട് ചെയ്യാൻ പറ്റിയ 2 വാക്കുകളാണ്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്. നല്ലതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കുഴപ്പമില്ല എന്ന്, അല്ലെങ്കിൽ മോശമില്ല എന്ന് നമ്മൾ പറയുന്നത് നല്ലതിനെ കുറിച്ചാണ്. നമ്മൾ നല്ലതാന്ന് പറയുന്നില്ല,
നമ്മളെ നാവ് ഉയരുന്നില്ല നല്ലതാന്ന് പറയാൻ. പിന്നെയുണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും ഉണ്ടല്ലോ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ്. അതിലൊരു ഉദാഹരണം ഒന്നല്ല, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം നല്ലതാണെങ്കിൽ നമ്മൾ പറയും അടിപൊളി എന്നാ പറയുക. സി, അടിപൊളി. ആ വാക്കൊന്ന് എടുത്തിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് ഭാഗിച്ചു നോക്കിയേ. ഒരു പൊളിക്കലുണ്ട് അവിടെ, ഒരു അടിക്കലുണ്ട് അവിടെ, അല്ലേ? അക്രമാസക്തമാണ് ആ രണ്ടു സാധനം, അടിക്കുക, പൊളിക്കുക. അതൊരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രണ്ട് വാക്കുകളുടെ ഒരു യുഗ്മമാണ്, ഒരു എന്താ പറയുക, കൂടിച്ചേരലാണ്. നല്ലതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയുണ്ട് സിനിമ? അടിപൊളിയായിട്ടുണ്ട്. രണ്ട് ഡിസ്ട്രക്റ്റീവ് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നല്ലതിനെ നമ്മൾ പറയുന്നത്. സി, പിന്നെ വേറൊന്നുണ്ട്, ഒരു വാക്കുണ്ട് തകർപ്പൻ. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തകർപ്പൻ സാധനം. സി, അവിടെ ഒരു തകർപ്പൻ എന്നാണ് പറയുന്നത്. ഇതൊരു സമൂഹ മനസ്സിന്റെ പ്രതിഫലനം തന്നെയാണിത്. എപ്പോഴും പിന്നെ ഭാഷ ഒരു സംസ്കാരമാണ്. അപ്പൊ ആ ഭാഷയിൽ വരുന്ന ഭാവപ്പകർച്ചകളാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. അടിപൊളി, തകർപ്പൻ. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പൊളിച്ചു. എല്ലാം പൊളിക്കലും അടിക്കലും തകർക്കലുമാണ്. സി, അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഏഴ മാർഗത്തിലൂടെ സഞ്ചരിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭയപ്പെടാനൊന്നുമില്ല നമുക്ക്. പിന്നെ ഇതിന്റെ നെഗറ്റീവ് ഫലങ്ങൾ, ഈ ഗോസിപ്പിന്റെ നെഗറ്റീവ് ഫലങ്ങളിൽ മറ്റൊരു കാര്യം വരുന്നത്, ഈ ഞാൻ എന്നൊരു ഭാവം നമ്മൾ എപ്പോഴും എയിലെ ഒരു ഡിസ്കഷനിൽ വരുന്നൊരു കാര്യമാണ്. ഈ ഞാൻ എന്ന ഭാവം, അഹംഭാവം എന്നൊക്കെ പറയും, ഈഗോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും. ഈഗോ എന്ന് ഞാൻ എയിൽ തന്നെ എയെ കുറിച്ചിട്ടുള്ള ലിറ്ററേച്ചറിൽ വായിച്ചൊരു സാധനം, എഡ്ജിങ് ഗോഡ് ഔട്ട്, EGO, എഡ്ജിങ് ഗോഡ് ഔട്ട്, അതായത് ദൈവത്തെ തള്ളി പുറത്താക്കുക. അതാണ് ഈഗോ എന്നാണ് എങ്ങനെ പലരും പറയാറുണ്ട്. അപ്പൊ ഈ ദൈവത്തെ തള്ളി പുറത്താക്കുമ്പോൾ അവിടെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുക. അവിടെ പിന്നെ നമ്മൾ ആരെയാ കയറ്റിയിരുത്തുന്നത്? അവിടെ ഞാൻ എന്നെ തന്നെയാണ് കയറ്റിയിരുത്തുന്നത്. ഞാൻ എന്ന ഭാവം, ഞാൻ ദൈവമായി മാറുകയാണ്. പരദൂഷണം പറച്ചിലിൽ മുഴുകിയിട്ട് മറ്റുള്ളവരെല്ലാം മോശക്കാരായിട്ട് ഞാൻ മാത്രം കിടു, ഞാൻ ദൈവം. സി, അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ ഈ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും അതിൻ്റെ മാനസികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഒക്കെ അങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്. ഒരു മനുഷ്യന്റെ പതനത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ബന്ധങ്ങളെ, അത് ഈ ഈ ഗോസിപ്പ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം, അത് ബന്ധങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കേടുപാടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു ടൈം പാസ് എന്നൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നു. പക്ഷെ അത് ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന കേടുപാടുകൾ, അതായത് തമ്മിലുള്ള വിശ്വാസം ഇല്ലാതെ ആവില്ല. തെറ്റിദ്ധാരണകൾ ഇങ്ങനെ 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 അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതായത് അപമാനിതന്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ നമ്മുടെ ഗോസിപ്പിന് ഇരയായ അപമാനിതനായ ആളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. തിരിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ അയാളെ കാണുമ്പം ഈ ഗോസിപ്പ് പറഞ്ഞയാളുടെ ഒരു മാനസികാവസ്ഥ, ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇല്ലാതെയാക്കുന്നത്. സി, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പടിയായിട്ടാണ് ഏത് റിലേഷൻഷിപ്പും എടുത്തോളൂ. നിങ്ങൾ മക്കളുമായിട്ടോ ഭാര്യയുമായിട്ടോ സുഹൃത്തുമായിട്ടോ എല്ലാം ഉള്ള റിലേഷൻഷിപ്പ് അല്പാൽപമായിട്ട് മെല്ലെ 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 പടുത്തുയർത്തി കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഇത്തരത്തിലുള്ള ഒരൊറ്റ കാര്യം മതി, ഈ ഗോസിപ്പ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം മതി, ഇതെല്ലാം പടുക്കോന്ന് പറഞ്ഞ് താഴോട്ട് വീഴുക, ഇല്ലാതെയാവുക, തകർന്ന് അടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ
പരദൂഷണം പറഞ്ഞ് പരത്തുന്നവനുണ്ടല്ലോ, അവന് പലപ്പോഴും അവൻ്റെ സ്വന്തം ബന്ധങ്ങളിൽ സംശയം ജനിക്കാൻ തുടങ്ങും. കാരണം അവൻ്റെ നിത്യത്തൊഴിൽ അഭ്യാസമായിട്ട് അവൻ കൊണ്ടു നടക്കുന്നത് മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ, സംശയാസ്പദമായ കാര്യങ്ങൾ ഇട്ടുകൊടുത്തിട്ട് അവനെ ഹത്യ നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ. ഇത് കുറെ അങ്ങോട്ട് ചെല്ലുമ്പം അവൻ്റെ ബന്ധങ്ങളിൽ തന്നെ സംശയം ജനിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഭാര്യയുടെ ചാരിത്ര്യ ശുദ്ധിയെക്കുറിച്ച്. കാരണം ഇവൻ പറഞ്ഞു നടക്കുന്ന കാര്യം മുഴുവനും മറ്റുള്ളവരുടെ, ചിലപ്പം ഭാര്യ അങ്ങനെയാണ്, അവളിങ്ങനെയാണ്, അവളെ മറ്റവൻ്റെ കൂടെ കണ്ടു, അവളെ സിനിമയ്ക്ക് കണ്ടു, ബീച്ചിൽ കണ്ടു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഗോസിപ്പ് അടിച്ച് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കഴിയുമ്പം ഇതൊക്കെ അവന് നേരെ തിരിയാൻ തുടങ്ങും. സ്വന്തം ഭാര്യയെ പറ്റിയിട്ടുള്ള ചാരിത്രശുദ്ധിയൊക്കെ അവന് സംശയം തുടങ്ങും. ഇല്ലെങ്കിൽ മക്കൾ സത്യസന്ധരാണോ, അവൻ എന്നോട് നുണയല്ലേ പിള്ളേർ പറയുന്നേ, ഈ വക സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പം ഇത് തിരിച്ചടിയുണ്ട് ഇതിനെന്നുള്ള. ഈ ബൂമറാങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എങ്ങാണ്ടുള്ളൊരു ആയുധം എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരും അതേ സ്പീഡിൽ. അതുപോലെ ഒരു സാധനമാണ് ഇതും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് നമ്മൾ പറയാറില്ലേ, അതിൻ്റെ ആ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇതെല്ലാം കൂടെ അവസാനം എന്താ പറ്റുകയെന്ന് വെച്ചാൽ കടുത്ത സംശയരോഗത്തിലേക്കൊക്കെ എത്തും. അത് ആലോചിച്ച് നോക്കിയേ, ഒരു ഒട്ടും തന്നെ അക്രമരഹിതമല്ലാത്ത, അല്ലെങ്കിൽ പ്രശ്നരഹിതമല്ലാത്ത ഒരു ചെറിയ കാര്യമായിരിക്കും തുടങ്ങിയ, അത് പിന്നെ ഒരു ശീലമായിട്ട് മാറുക. ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. കുറച്ച് കഴിഞ്ഞാൽ ആ ഹാബിറ്റ് എല്ലാം കൂടി അയാളുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അതെല്ലാം കൂടെ തിരിച്ച് കുത്താൻ തുടങ്ങുക. ഒടുവിൽ അയാൾക്ക് കടുത്ത സംശയരോഗിയായിട്ട് മാറും. ഇല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭയം, അതും ഒരു മാനസിക രോഗമാണ്, പാരനോയ എന്ന് പറയും. ഇല്ലെങ്കിൽ കടുത്ത ഉത്കണ്ഠ ഉണ്ടാവുകയാണ്, ആങ്സൈറ്റി ഡിസോർഡർ. ഇതിലേക്കെല്ലാം കൊണ്ട് എത്തിച്ചു കൊടുക്കും. അപ്പോഴും നമ്മൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ, വേണോ ഇതെല്ലാം? നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു, ഒട്ടും തന്നെ ഒരു പ്രശ്നമൊന്നും അല്ല എന്നൊക്കെ തോന്നുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയല്ലേ നമ്മൾ എവിടെ എത്തിന്ന് നോക്കി. അതാണ് ഇത് ഞാൻ പറഞ്ഞ് വന്നത്, അതാണ്. അത്ര സിമ്പിളൊന്നും അല്ലത്. ഈ ഗോസിപ്പ് എന്ന് സമയമായോ? ഗോസിപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണെന്ന് തോന്നിക്കുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഹാർഷായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അതായത് മരിച്ചവരെ മാംസമൊന്നും നമ്മൾ തിന്നാറില്ലല്ലോ. സാധാരണ മനുഷ്യർ ഭൂരിപക്ഷം മനുഷ്യരും ഈ മരിച്ചവരുടെ മാംസം തിന്നാറില്ല. പക്ഷേ ഇത്രയും ആലോചിച്ചാൽ മതി, ജീവിച്ചിരിക്കുന്നവരുടെ പച്ച മാംസം തിന്നുന്ന പരിപാടിയാണ് ഈ പരദൂഷണം. ജീവിച്ചിരിക്കുന്നവരുടെ പച്ച മാംസം തിന്നലാണ് പരദൂഷണം. അതിന് നിൽക്കണോ നമ്മൾ? ഇതാ ചോദ്യം. ഇതാണ് ചോദ്യം. അതിന് നമ്മൾ നിൽക്കണോ? കാരണം മുമ്പേ പറഞ്ഞു, സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സമയമുള്ളവനാണ് പരദൂഷണത്തിലേക്ക് തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതേ സമയം തന്നെ വെച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാക്ക് ഇതാണ്: 22 ലക്ഷം ആൽക്കഹോളിക്സ് നമ്മുടെ സംസ്ഥാനം കേരളത്തിലുണ്ട്. ഏറ്റവും പുതിയ സർക്കാരിൻ്റെ കണക്കാണ്. ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞിട്ടില്ലേ, 22 ലക്ഷം ആൽക്കഹോളിക്സ് കേരളത്തിലുണ്ട്. അതിൽ ഒരു 10,000 പേരെങ്ങാണ്ടേ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ടുള്ളൂ. അവർക്കേ സന്ദേശം ലഭിച്ചിട്ടുള്ളൂ. നമുക്ക് നല്ല പണിയുണ്ടെന്നേ, ഒത്തിരി പണിയെടുക്കാൻ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഗോസിപ്പും പരദൂഷണവും ഒക്കെ പറഞ്ഞു കിടക്കാൻ എവിടുന്നാ നമുക്ക് സമയം? ആ സമയം നമുക്ക് ഇല്ല എന്നുള്ളതാ. കാരണം ഈ കണക്ക് മാത്രം എടുത്താൽ മതി. 22 ലക്ഷം ആൽക്കഹോളിക്സ് കേരളത്തിലുണ്ടെങ്കിൽ 10,000 പേരെ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തി രക്ഷപ്പെട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി സമുദ്രം പോലെ കിടക്കുകയാണ് അവിടെ. അവിടെയാണ് നമുക്ക് പണി ഉണ്ടെന്ന് പറയുന്നത്. വി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഗോസിപ്പും പറഞ്ഞ് നടക്കാനാണോ സമയം? ആലോചിച്ചാൽ മതി. അതിന് നിൽക്കണോ എന്നുള്ള എൻ്റെ ചോദ്യം. അത്രയും ആ ഒരു ചോദ്യം മുന്നോട്ടിട്ടുകൊണ്ട് എല്ലാവർക്കും സുബോധത്തിൻ്റെ നല്ല നാളുകൾ ആശംസിച്ച് നിർത്തുന്നു.